ഹായ് ഗൈസ്, ഞാൻ സച്ചിൻ ദ ടെക്കിയാണ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ആമസോൺ echo.4 ആണ്. അപ്പോൾ ഈ പേര് പലർക്കും അത്ര പരിചിതമായിരിക്കില്ല. പക്ഷേ എല്ലാവർക്കും പരിചിതമായ ഒരു പേരുണ്ട്, അലക്സ. സോ ഇതാണ് നമ്മുടെ അലക്സ ചേച്ചി. അപ്പോൾ നമ്മൾ അലക്സ ചേച്ചിയെ അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് അൺബോക്സ്. There we go. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് കാണാനുള്ള നമ്മുടെ ആമസോൺ എക്കോഡോട്ടാണ്. ഇപ്രാവശ്യം ഒരു സ്പെറിക്കൽ ഷേപ്പ്, അടിപൊളി ലുക്സ് ഒക്കെ ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആമസോണിൻ്റെ ഒരു അഡാപ്റ്ററാണ്, ചാർജറാണിത്. കൂൾ. ഹലോ എക്കോഡോട്ട്. പിന്നെ കൺട്രോൾസ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ഇൻഫോർമേഷനാണ് ഇതിലുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഓക്കെ ഗൈസ്, ബോക്സിൽ ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കിതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ ചെക്ക് ചെയ്യാം. Over the edge, feel like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out. ഇതാണ് നമ്മുടെ ആമസോൺ echo.4 ജനറേഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് ടൈം വന്നത് വേറൊരു ഷേപ്പിലായിരുന്നു, പക്ഷേ ഈ വട്ടം ആമസോൺ echo.4 ഒരു സ്പെറിക്കൽ ഷേപ്പിലാണ്. നമുക്കിത് കാണാൻ ഒരു ഗ്ലോബ് പോലെയാണ് ഇതിൻ്റെ ഷേപ്പുള്ളത്. അപ്പോൾ ഇതിൽ 4 ബട്ടൺസ് ഉണ്ട്. വൺ ഈസ് വോളിയം അപ്പ്, വോളിയം ഡൗൺ. ഇത് പവർ ഓഫിൻ്റെ ബട്ടണാണ്. പവർ ഓണും ഓഫും ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബട്ടണാണ് മ്യൂട്ട് ബട്ടൺ. ഇത് നമ്മുടെ മൈക്രോഫോണിനെ മ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. ഓക്കെ, ഈ 4 ബട്ടൺസാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ചെയ്യാൻ നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. വെറുതെ ഇതിനെ ഒന്ന് പ്ലഗ് ഇൻ ചെയ്താൽ മതി. അപ്പോൾ ലെറ്റ്സ് പ്ലഗ് ഇറ്റ് ഇൻ. അപ്പോൾ ഞാനിത് പ്ലഗ് ഇൻ ചെയ്തിട്ടുണ്ട്. നമുക്കിത് സ്വിച്ച് ഇട്ട ശേഷം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. നമ്മൾ ഈ സ്വിച്ച് ഇട്ടപ്പോൾ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ആവുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം അലക്സ ആപ്പിൽ സെറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആമസോൺ echo.4 യൂസ് ചെയ്യാൻ ആദ്യം നമുക്ക് ആമസോൺ അലക്സ എന്നൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. ഞാനത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ആമസോൺ ID പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. ഓക്കെ, ഞാനപ്പോൾ അലക്സ ആപ്പിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിൽ താഴെ ഡിവൈസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഡിവൈസിൽ പോവുക, ന്യൂ ആഡ് എ ഡിവൈസ്. മേലെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് എ ഡിവൈസ്. എന്നിട്ട് ആമസോൺ echo plus and more ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഈസ് യുവർ echo പ്ലഗ്ഡ് ഇൻ ആൻഡ് ഇൻ സെറ്റപ്പ് മോഡ്? അതെ, യെസ്. ഇംഗ്ലീഷ് വേണോ ഹിന്ദി വേണോ എന്ന് സെലക്ട് ചെയ്യാം. ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂ. എല്ലാ ലൊക്കേഷൻ. ബ്ലൂടൂത്ത് ടേൺ ഓൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡിവൈസ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയി കാണിച്ചിട്ടുണ്ട്. ക്ലിക്ക് ഓൺ ദാറ്റ്. സെലക്ട് യുവർ വൈഫൈ നെറ്റ്വർക്ക്. വൈഫൈ ഏതാണ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ വൈഫൈ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്ട് ആയിട്ടുണ്ട്. കണ്ടിന്യൂ. ഏത് റൂമിലാണ് വെച്ചിട്ടുള്ളതെന്ന് നോക്കാം. ബെഡ്റൂം. കണ്ടിന്യൂ. എവിടെയാണില്ല അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഹോം. നെക്സ്റ്റ്. setup is complete.
ഓക്കെ, അലക്സ ഇപ്പോൾ നമ്മുടെ ഇതിൽ സെറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് അപ്പോൾ നമ്മൾ നമ്മുടെ എക്കോ ഡോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. അലക്സ. ഓക്കെ, അലക്സ എന്ന് വിളിക്കുമ്പോൾ ആ ലൈറ്റ് അങ്ങ് നമുക്ക് വിസിബിൾ ആവും. അപ്പോൾ നമുക്ക് അലക്സയോട് കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ പറയാണ്, അലക്സ പ്ലേ സോങ്. Here's a station you might like, Top 2020 on Amazon Music. അലക്സ സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് പാട്ട് മാത്രമല്ല, ഇതിൽ ന്യൂസും നമുക്ക് വേണമെങ്കിൽ കേൾക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ന്യൂസ് വേണമെങ്കിൽ അലക്സ ഐ വാണ്ട് ടു ഹിയർ ദ ന്യൂസ്. Sachin, here's what's new. From NDTV News, latest news. हाँ मैं कुत्ता हूँ, says Jyotirudit Scindia after Kamal Haasan allegedly called him a dog. Congress quickly denied Alexa, the stop. allegation. ഇതിൽ നമുക്ക് ന്യൂസ് മാത്രമല്ല IPL ഫിക്ചേഴ്സും ലഭിക്കുന്നതായിരിക്കും. അലക്സ വാട്ട് ഈസ് IPL fixture today? I know about two IPL cricket games on the 1st of November 2020 and they are Rajasthan Royals versus Kolkata Knight Riders and Kings 11 Punjab versus Chennai Super Kings. ഓക്കെ, പൊളി. അപ്പോൾ നമുക്കിതിൽ മലയാളം സോങ്സ് വരെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മലയാളം സോങ്സിന് വേണ്ടി അലക്സ പ്ലേ സം മലയാളം സോങ്സ്. Malayalam from Hangama Music. അപ്പോൾ ആമസോൺ എക്കോ ഡോട്ടിൽ കുറേയധികം ആപ്പ് സപ്പോർട്ടഡ് ആണ്. ഫോർ എക്സാമ്പിൾ ആമസോൺ പ്രൈം മ്യൂസിക് സപ്പോർട്ടഡ് ആണ്, ആപ്പിൾ മ്യൂസിക് സപ്പോർട്ടഡ് ആണ്, ഗാന സപ്പോർട്ടഡ് ആണ്, ജിയോ 7, സ്പോട്ടിഫൈ, ഹംഗാമ ഇതുപോലത്തെ കുറേ ആപ്സുകൾ ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇത് മാത്രമല്ല, നമുക്ക് ഇത് വെച്ച് നമ്മുടെ വീട്ടിലുള്ള സ്മാർട്ട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഫോർ എക്സാമ്പിൾ സ്മാർട്ട് ബൾബ്, സ്മാർട്ട് TV ഇതൊക്കെ നമുക്ക് വോയിസ് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇത് കൂടാണ്ട് ആമസോൺ എക്കോ ഡോട്ട് നമുക്കൊരു ബ്ലൂടൂത്ത് സ്പീക്കറായി കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പലരും ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺലൈൻ വാങ്ങുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അലക്സ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതൊരു ബ്ലൂടൂത്ത് സ്പീക്കറായി കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ വെറുതെ അലക്സ എന്ന് പറയുമ്പോൾ പോലീസാണ് ഇങ്ങനെ വെറുതെ എന്നോട് ചോദിക്കുക എന്താ. ഓക്കെ, അലക്സ ഒന്നുമില്ല. ആമസോൺ എക്കോ ഡോട്ട് 4th ജനറേഷൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3249 റുപ്പീസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഡിജിറ്റൽ ക്ലോക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി 4249 റുപ്പീസ്. അപ്പോൾ ഇത് വന്നതോടെ ആമസോൺ എക്കോ ഡോട്ട് 3rd ജനറേഷൻ്റെ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്താ പറയുക, ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്, കുറച്ച് ചെറുതാണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഇപ്പോൾ 2249 ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക്, ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. ആമസോൺ എക്കോ ഡോട്ടിൽ എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് തോന്നിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലഗ് ഇൻ ചെയ്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ ഒരു പ്ലഗ് പോയിന്റ് വേണം ആൻഡ് പവർ വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് കൊണ്ടുവന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിൽ. ഞാനിത് സ്മാർട്ട് ബൾബിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്മാർട്ട് ബൾബിൻ്റെ അൺബോക്സിങ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ആൻഡ് അലക്സ എങ്ങനെ സ്മാർട്ട് ബൾബ് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോ ലൈക്ക്, ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ until we see then, it's time to say goodbye.